ബേബി. അവൻ വിളിച്ചതും പാറു ഓടി അവനിലേക്ക് ചേർന്ന് നിന്നു. അത് കോളേജാണെന്നോ മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് വരുന്നുണ്ടെന്നോ എന്നുള്ളതൊന്നും അവൾക്ക് ഓർമ്മ വന്നതേയില്ല. ബേബി, വാട്ട് ഹാപ്പൻ? അവൻ്റെ നെഞ്ചിൽ മുഖമുറച്ചുകൊണ്ട് അവൾ മൂളി. നിങ്ങൾക്കിപ്പോൾ ഫ്രീ അവറാണോ? ദേവ് അമ്മുവിനോടായി തിരക്കിയതും അവൾ അതേന്ന് പറഞ്ഞു. ദെൻ കം, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം. വേണ്ട ഏട്ടാ, പാറുവായി പോയിക്കോ. എനിക്ക് ലൈബ്രറിയിൽ പോകേണ്ട കാര്യമുണ്ട്. അത് പിന്നെയാകാം. ലഞ്ച് ടൈം ആയില്ലേ? അമ്മു വരാൻ നോക്ക്. ദേവ് ഒന്നുകൂടി പറഞ്ഞതും അമ്മുവിന് പിന്നെ അത് നിരസിക്കാൻ തോന്നിയില്ല. ആദി, അവരെത്തിയോ? ആ ദേവ്, അവർ ക്യാൻറ്റീനിലുണ്ട്. പാറു അപ്പോഴും അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. സാന്ദ്ര കണ്ണുകൾ പതിയെ ചലിപ്പിച്ചു തുടങ്ങുന്നത് കണ്ടതും റിയ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു. തലയിൽ അസഹ്യമായ വേദന തോന്നിയെങ്കിലും സാന്ദ്ര കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. റിയ. കണ്ണുകൾ തുറന്നതും മുന്നിൽ കാണുന്ന മങ്ങിയ രൂപം റിയയാണെന്ന് മനസ്സിലാക്കി അവൾ പതിയെ വിളിക്കാൻ ശ്രമിച്ചു. സാന്ദ്ര, അറിയോ? ഓക്കെ? തല വേദനിക്കുന്നു. അപ്പോഴാണ് അവൾ സ്ഥലം ശ്രദ്ധിക്കുന്നത്. റിയ, ഇത് എവിടെയാ നമ്മള്? ശരീരം മുഴുവനും വല്ലാത്ത വേദന തോന്നുന്നുണ്ടെങ്കിൽ പോലും അവൾ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തിരക്കി. സാന്ദ്ര, ആം സോറി. എനിക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ദേവ്, അവനെ എനിക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ കുടുംബവും തകർന്നു പോകും. സോ എനിക്ക് അവനെ അനുസരിച്ചേ പറ്റൂ. താൻ ചോദിച്ചതിന് മറുപടി തരാതെ മറ്റെന്തൊക്കെയോ പറയുന്നവളെ സാന്ദ്ര മനസ്സിലാകാതെ നോക്കി. ഇത് റോഹൻ്റെ സ്പേസാണ്. പാർവതിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. നമ്മളെന്താ ഇവിടെ? ദേവ്, അവൻ പോയോ? സാന്ദ്ര, ഇവിടെ തന്നെ പാർവതിക്ക് പകരം കൊണ്ടുവന്നതാണ്. പാർവതിക്കെതിരെ നിന്നതിന് അവൻ നിനക്ക് നൽകിയ പണിഷ്മെൻ്റാണ്. പാർവതിയെ എന്താണോ ചെയ്യാനിരുന്നത് അത് നിന്നിൽ ചെയ്യുക, അതാണ് അവൻ പറഞ്ഞത്. എനിക്ക് അത് ചെയ്യാതെ നിവൃത്തിയില്ല സാന്ദ്ര. ഐ ആം ഹെൽപ്ലെസ്. റിയ പറഞ്ഞു നിർത്തിയതും സാന്ദ്ര തറഞ്ഞു നിന്നു. നോ, നീ എന്തൊക്കെയായി പറയുന്നത്? പാർവതിയെ പോലെയാണോ ഞാൻ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോണം. വയ്യെങ്കിൽ പോലും അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്തയിൽ വേദന സഹിച്ചുകൊണ്ട് അവൾ മുന്നോട്ടോടാൻ ശ്രമിച്ചു. ഇവിടെ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇന്ന് രാത്രി രോഹനും അവൻ്റെ ഫ്രണ്ട്സും വരും. റിയ പറഞ്ഞതും സാന്ദ്രയ്ക്ക് നല്ല ഭയം തോന്നി. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ദേഷ്യത്തിൽ റിയയ്ക്ക് നേരെ ചീറി അവള്. നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. എനിക്ക് എൻ്റെ ലൈഫ് തന്നെയാണ് വലുത്. പിന്നെ നീയാണ് എന്നെ തേടി വന്നത്. റിയ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ചിന്ത. ക്ലാസ് കഴിഞ്ഞ് വേഗം തന്നെ പാറുവുമായി ദേവ് തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിരുന്നു. ഈ സമയം കൊണ്ട് അമ്മുവും ദേവും അവളുടെ സങ്കടമൊക്കെ മാറ്റിയിരുന്നു. കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങേണ്ടത് കൊണ്ട് തന്നെ രണ്ടുപേരും വേഗം ഫ്രഷായി കാറും എടുത്ത് നേരെ മാളിലേക്ക് വിട്ടു. ആദ്യം തന്നെ രണ്ടുപേരും ഒരു കോഫി കുടിച്ച ശേഷമാണ് പർച്ചേസിങ്ങിന് കയറിയത്. പാറു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്തൊക്കെയാ എന്നറിയാത്തത് കൊണ്ട് ട്രോളിയുമായി കൂടെ നടക്കുക എന്ന് മാത്രമാണ് ദേവൻ്റെ ജോലി. എങ്കിലും അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു വൈറ്റ് ഫുൾ സ്ലീവ് ടോപ്പും വൈറ്റ് പലാസയുമാണ് അവളുടെ വേഷം. അതവൾക്ക് നന്നായി ചേരുന്നുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെ പലരും അവളെ നോക്കുന്നുണ്ട്. ഓഫറുള്ള സമയമായതിനാൽ നല്ല തിരക്കുണ്ട്. എല്ലാം വാങ്ങി അവർ ഇറങ്ങുമ്പോൾ ഏകദേശം 8 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഫ്ലാറ്റിലേക്ക് തിരിച്ചത്. ദേവു പാറുവുമായി ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. നല്ല ഇളങ്കാറ്റ് അവരെ തഴുകി തലോടി പോകുന്നുണ്ട്. പാറുട്ടാ. അവളുടെ വിരൽത്തുമ്പിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചതും പാറു ചിരിയോടെ മൂളി. ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോർ ബെഡിൽ കിടക്കുകയാണ് ഇരുവരും. എപ്പോഴത്തെയും പോലെ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുകയാണ് അവൾ. സിംഗ് എ സോങ് ഫോർ മീ. അവൻ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവനെ മുഖമുയർത്തി നോക്കി. കാരണം ആദ്യമായാണ് അവൻ ഇങ്ങനെയൊന്ന് ആവശ്യപ്പെടുന്നത്. വാട്ട്? അവളുടെ നോട്ടം കണ്ട് പുരികമുയർത്തി അവൻ ചോദിച്ചു. ഞാൻ പാടുമെന്ന് ഏട്ടൻ അറിയാമായിരുന്നോ? അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പുഞ്ചിരിച്ചു. നമ്മുടെ ഫസ്റ്റ് മീറ്റ് ഓർക്കുന്നുണ്ടോ നീയെ?
അവൻ ചോദിച്ചതും അന്നത്തെ ദിവസം ഓർമ്മ വന്നതുപോലെ അവൾ ചിരിയോടെ തലയാട്ടി. അന്ന് നിന്റെ ഈ മുഖത്തിനേക്കാൾ ആദ്യം എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് നിന്റെ ശബ്ദമാണ്. ദാറ്റ് സോങ് ഇപ്പോഴും അതിൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അവൻ പറഞ്ഞു നിർത്തിയതും പാറു അവൻ്റെ ചിരിയിൽ കൊതിയോടെ നോക്കി. സോ ഇന്നെൻ്റെ പാറൂട്ടൻ എനിക്ക് വേണ്ടി പാടുമോ? അവൻ്റെ ചോദ്യത്തിന് മറുപടി കവിളിൽ ഒരു ചുംബനമായിരുന്നു. ഏത് പാട്ട് വേണം? ഏതെങ്കിലും. പാറു കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും അവൻ്റെ മുഖത്തിനടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ പാടി തുടങ്ങി. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചിരിയോടെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പാടിത്തുടങ്ങിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടിലുടക്കി. അതറിഞ്ഞ പോലെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ഉറുക്കി. അവളൊരു ചിരിയോടെ പാടി നിർത്തിയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറിയിരുന്നു. അവൻ്റെ പ്രവൃത്തി ഊഹിച്ചിരുന്നത് പോലെ പാറു അവനെ ഇറുകെ പുണർന്നു. കാറ്റുപോലും കടക്കാനാവാത്ത വിധം. പ്രണയം മാത്രം അവിടെ നിറഞ്ഞാടി. അവൻ്റെ കണ്ണുകൾ പാറുവിൻ്റെ ചുവന്നു തുടുത്ത മുഖമാകെ ഓടി നടന്നു. അവൻ നൽകിയ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ മിഴികൾ അടച്ച് കിടക്കുകയാണവൾ. നേരിയ ഒരു കിതപ്പ് ഉണ്ട് അവളിൽ. ബേബി. അവളുടെ ചുണ്ടിനോരം തൻ്റെ ചുണ്ടുകൾ ചേർത്ത് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചതും അവൾ മിഴികൾ തുറന്ന് അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാവം. അതിൽ അവളൊന്ന് പിടഞ്ഞു. ബേബി, ഐ കാണ്ട്. ഐ നോ ദിസ് ഈസ് നോട്ട് ദ ടൈം, ബട്ട്. അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പാർവതി അവനെ നോക്കിക്കൊണ്ട് തൻ്റെ കൈകളാൽ അവൻ്റെ മുഖം പിടിച്ചുകൊണ്ട് ഇരു കൺകളിലും ചുംബിച്ചു. ഐ ലവ് യു. അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. എനിക്ക് എൻ്റെ ജീവനാ കാശിയേട്ടൻ. ഈ മനസ്സാൽ പ്രണയിക്കപ്പെട്ടതുപോലെ ശരീരം കൊണ്ടും ഏട്ടൻ്റെ പ്രണയം എനിക്ക് അനുഭവിക്കണം. ഈ ഒരു നിമിഷം ഒരിക്കലും ഒരു തെറ്റായി കാണരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരിക്കും ഇത്. നമ്മുടെ മാത്രം സ്പെഷ്യൽ മൊമെൻറ്റ്സ്. സോ. അത്രയും പറഞ്ഞുകൊണ്ട് നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തിയതും അവൻ മനം നിറഞ്ഞ ചിരിയോടെ, എന്തിനെന്നറിയാതെ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ഇറുകെ പുണർന്നു. ബേബി. വശ്യമായ അവൻ്റെ സ്വരം. അവളൊന്ന് ചിരിച്ചു. ബേബി, ഷാൾ വി സ്റ്റാർട്ട്? കള്ളച്ചിരിയോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ അവളൊരു ഞെട്ടലോടെ ചുറ്റും നോക്കി. എന്നിട്ട് അവൻ്റെ മുഖത്തേക്കും. ഇവിടെയോ എന്നുള്ള ചോദ്യം ആ നോട്ടത്തിലുണ്ടായിരുന്നു. അതറിഞ്ഞ പോലെ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ തൻ്റെ ടീഷർട്ട് തലവഴി ഊരി മാറ്റിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കാശിയേട്ടാ. പാറു പതർച്ചയോടെ വിളിച്ച് പൂർത്തിയാക്കും മുന്നേ അവളെ ഇരു കൈകളാലും കോരിയെടുത്തു അവൻ. മിഴിച്ചു നോക്കി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവളുമായി തങ്ങളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. മുഖത്തേക്ക് ശക്തിയിൽ എന്തോ വന്ന് പതിച്ചതും ക്ഷീണത്താൽ അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു സാന്ദ്ര. ആദ്യം അവളുടെ കണ്ണിൽ പതിഞ്ഞത് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. അവനെ കണ്ടതും അവൾ വെപ്രാളത്തോടെ ചുറ്റിനും റിയെ തിരയാൻ തുടങ്ങി. നീ ആരെയാ തിരിയുന്നത്? റിയയാണോ? അയാളെ തിരക്കിയതും സാന്ദ്ര പേടിയോടെ തലയാട്ടി. നിന്നെ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്ന അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അതിനുള്ള പ്രതിഫലവും അവൾക്ക് കൊടുത്തു. സോ ഇനി ഇവിടെ അവളുടെ ആവശ്യമില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യൂ. എങ്കിൽ ഒന്ന് മാത്രം ഞങ്ങൾക്ക് വേണ്ടു, സന്തോഷം. നീ ഞങ്ങളെ സന്തോഷിപ്പിച്ചാൽ മതി. വഷളൻ ചിരിയോടെ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും സാന്ദ്ര വെറുപ്പോടെ മുഖം തിരിച്ചു. അവളുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. റോഹൻ പറഞ്ഞ അത്രയൊന്നുമില്ല നീ. എങ്കിലും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നീ അത്ര നല്ലവളൊന്നുമല്ലെന്ന് നിന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. റിയ പറഞ്ഞു കഥകളൊക്കെ. സ്വന്തം സഹോദരിയെ കൂട്ടിക്കൊടുക്കാൻ നോക്കിയവളായ നിനക്ക് സ്വന്തം കാര്യം വരുമ്പോൾ എന്താ ഇത്ര പേടി? അവൾ അനുഭവിക്കണമെന്ന് കരുതിയതൊക്കെ നിനക്ക് ഇന്ന് അനുഭവിക്കാം. മോള് പേടിക്കണ്ട. ഇന്ന് നിന്നെ ഞങ്ങൾ സ്വർഗം കാണിക്കും. അവളിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പുച്ഛച്ചിരിയോടെ അവൻ പറഞ്ഞതും സാന്ദ്ര ഉറക്കെ കരഞ്ഞു. അത്രമാത്രം ഭയന്നു പോയിരുന്നു അവള്. സ്വന്തം ജീവിതം ഇന്നിവിടെ അവസാനിക്കുമെന്ന് പോലും തോന്നി അവൾക്ക്. അപ്പം മോൾ ദാ ഈ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിരിക്കെ. ആ ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ.
ഇന്നിനി ഒത്തിരി ക്ഷീണിക്കാനുള്ളതല്ലേ, അപ്പോഴേക്കും ഞങ്ങൾ വരും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിൽ നിന്നും ഇറങ്ങി വാതിൽ ലോക്ക് ചെയ്തു. സാന്ദ്ര ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ബേബി. അവളെ ബെഡിലേക്ക് ചായച്ച് അവളിലേക്ക് അമർന്നുകൊണ്ട് ദേവ് വിളിച്ചതും പാറു മിഴികൾ ഉയർത്തി അവനെയൊന്ന് നോക്കി. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിനെപ്പറ്റി വലിയ പിടിയില്ലാത്തതിനാൽ ചെറിയൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു. പേടി തോന്നുന്നുണ്ടോ എൻ്റെ പാറൂട്ടിന്? അവളുടെ കണ്ണുകളിലും മൂക്കിൻ തുമ്പിലുമൊക്കെ ചെറിയ മുത്തങ്ങൾ നൽകിക്കൊണ്ട് അവൻ തിരക്കി. അവള് ചെറിയൊരു ചമ്മലോടെ നോക്കി അവനെ. പെയിനുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ വേദനയുണ്ടാകും. ബട്ട് ട്രസ്റ്റ് മീ, എന്നെക്കൊണ്ട് കഴിയും പോലെ എൻ്റെ പാറൂട്ടിനെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഞാൻ നൽകുന്ന ആ ചെറിയ വേദന പോലും പിന്നീട് സുഖമുള്ളതാക്കി മാറ്റും ഞാൻ. അയ്യേ ഈ ഏട്ടൻ! അവള് ചമ്മലോടെ അവൻ്റെ വായ പൊത്തി. പക്ഷേ പിന്നീട് അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവത്തിൽ അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ കൈ പിടിച്ചെടുത്ത് അതിലേക്ക് ഓരോ വിരലുകളായും നുണഞ്ഞു തുടങ്ങി അവൻ. പാറുവിൻ്റെ പിടച്ചിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു. പതിയെ അവളിലേക്ക് ചാഞ്ഞ് ആ മുഖം മുഴുവനും ചുംബിച്ച് അവളെ ഉണർത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ആ ചുണ്ടുകൾ തേടിയത് അവളുടെ ഇളം ചുവപ്പാർന്ന അധരങ്ങളെയാണ്. അവൻ്റെ ചുണ്ടുകളാൽ അതിനെ തലോടുമ്പോൾ ശീൽക്കാര ശബ്ദത്തോടെ അവൾ ഉയർന്നു പൊങ്ങി. കാശിയേട്ട എന്നുള്ള അവളുടെ വിളി അവനെ കൂടുതൽ ആവേശനാക്കി. അവളുടെ ഇരുതളങ്ങളെയും അവൻ ആവേശപൂർവ്വം പാനം ചെയ്യുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ നിറഞ്ഞ മാറിനെ താലോലിച്ചു കൊണ്ടിരുന്നു. ഇരുവരുടെയും നാവുകൾ തമ്മിൽ കെട്ടിപ്പുണരുമ്പോൾ അവൻ്റെ കൈ അവളുടെ വലതുമാറിൽ അല്പം ശക്തിയിൽ തന്നെ അമർന്നു. ആ! അവളിൽ നിന്നും ഒരു ഏങ്ങൽ ഉയർന്നു. പതിയെ അവിടം അവൻ തഴുകുമ്പോൾ അവളിൽ അവൻ അല്പം മുൻപ് നൽകിയ വേദനയെ അവൾ പൂർണ്ണമായും മറന്നു. ചുണ്ടുകൾ തമ്മിൽ നുണഞ്ഞു വലിക്കുന്ന ശബ്ദം റൂമിൽ നിറഞ്ഞു നിന്നു. നിമിഷങ്ങൾ കടക്കവേ അവൻ അവളിൽ നിന്നും ഉയർന്ന് ബെഡിൽ മുട്ടുകുത്തി നിന്ന ശേഷം അവളെ ഒന്ന് നോക്കി. സംശയത്തോടെ പാറു അവനെ നോക്കിയ നിമിഷം തന്നെ അവൻ അവളെയും എടുത്തിരുത്തി. പിന്നീട് ഒരു നിമിഷം പോലും കാക്കാതെ ദേവ് അവളുടെ ടോപ്പും മിന്നറും അവളിൽ നിന്നും ഊരി മാറ്റി. അവൻ കണ്ട കാഴ്ചയിൽ അറിയാതെ പറഞ്ഞുപോയി. പെട്ടെന്ന് അവൾക്ക് അവൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാൻ ചമ്മല തോന്നി. കാശിയേട്ടാ! അവൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം താങ്ങാനാകാതെ പാറു വിളിച്ചു. ബേബി, ഐ വാണ്ട് ടച്ച് യുവർ ചെറീസ്. വശ്യമായ അവൻ്റെ സ്വരം അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ക്യാൻ ഐ? പാറുവിനും ആകെ വെപ്രാളം തോന്നി. പക്ഷേ ഒരിക്കലും അവനെ തടയുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൾ പതിയെ അവനെ നോക്കി ചിരിച്ചു. ദേവ് അവളെ തൻ്റെ മടിയിലേക്കിരുത്തി. പാറു മുഖം തിരിച്ച് അവനെ നോക്കി. അവളുടെ അഴിഞ്ഞുലഞ്ഞു കിടന്ന മുടിയിലേക്ക് മുഖം പൊഴുത്തി ആസ്വദിക്കുന്നതിനൊപ്പം പിന്നിലൂടെ കൈകൾ കൊണ്ടുവന്ന് അവളുടെ തൻ്റെ വിരലാൽ തൊട്ടുണർത്തിക്കൊണ്ടിരുന്നു. പാറു ശീൽക്കാരത്തോടെ പിന്നിലിരിക്കുന്ന ദേവിൻ്റെ ചുമലിലേക്ക് ചാരി. കാശിയേട്ടാ! വിരലുകൾ കൊണ്ട് മായാജാലം തീർക്കുന്നവനെ വിളിച്ചു പുലുമ്പി. പതിയെ അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി അവളുടെ മാറിലേക്ക് ചായുമ്പോൾ ഇരുവരും നന്നായി കിതച്ചിരുന്നു. കുറച്ചു നിമിഷത്തിന് ശേഷം ദേവ് മുഖമുയർത്തി പാറുവിനെ നോക്കി. അവളുടെ നോട്ടവും തന്നിലാണെന്ന് കാണുകെ അവളെ നോക്കിക്കൊണ്ട് തന്നെ നാവിൻ തുമ്പാൽ അവളെ തഴുകിയുണർത്തി. ആ സമയങ്ങളിലെല്ലാം അവൾ അവനെ ഇറുകെ പുണർന്നു. ചില സമയം അവൾ അവൻ്റെ മുടികളിൽ തഴുകി, ചില സമയം അവൻ്റെ വിരിഞ്ഞ പേശികളെ അവളുടെ വിരൽ തഴുകി നടന്നു. സമയം നീങ്ങിക്കൊണ്ടിരിക്കെ ഇരുവരുടെയും ബാക്കി വസ്ത്രങ്ങളും അടർന്നു മാറി. പൂർണ്ണ നഗ്നനായി അവളുടെ മുന്നിൽ നിൽക്കുന്നവനെ കാണുകെ അവനിലെ കരുത്ത് അവളെ ഒന്ന് ഭയപ്പെടുത്തി. ആർ യു സ്കയർഡ്? അവനൊരു ചിരിയോടെ ചോദിച്ചപ്പോൾ പാറു അവനെയൊന്ന് നോക്കി. വാട്ട്, ഡു യു വാണ്ട് ടു ടച്ച് മീ? കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചതും പാറു ചമ്മലോടെ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. ഒരു ചിരിയോടെ അവൻ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് പാതിയിൽ നിർത്തിവെച്ചത് പുനരാരംഭിച്ചു. ഇരു ഉടലുകളും പരസ്പരം കെട്ടിമറിഞ്ഞു. അവൻ്റെ കൈകൾ അവളിലൂടെ ഒഴുകിയിറങ്ങി. ചുണ്ടുകൾ തമ്മിൽ മത്സരത്തോടെ ചുംബിച്ചു മുന്നേറുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ പെൺമയെ തഴുകിയുണർത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ ചുണ്ടുകൾ കഴുത്തും മാറിടവും പൊക്കിൽ ചുഴിയെയും താലോലിച്ചുകൊണ്ട് അടിവയർ കടന്നതും പാറു വെപ്രാളത്തിൽ അവനെ തടഞ്ഞു. വേണ്ട കാശിയേട്ടാ! വല്ലാതെ കിതച്ചു പോയിരുന്നു അവള്. വേണം പാറുട്ടാ! ഒരു അപേക്ഷഭാവം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും പാറു അറിയാതെ സമ്മതിച്ചു പോയി. അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞതും
ഇതുവരെ അറിഞ്ഞതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അനുഭൂതിയിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അഴയുന്നതിനൊപ്പം അവളുടെ പല്ലുകളും കീഴ്ച്ചുണ്ടിൽ അമർന്നു. അവൻ്റെ ചുണ്ടും നാവും അവളിലെ ആഴം തേടിയപ്പോൾ പാറു കിടന്നു പുളഞ്ഞു. അവസാനം അവളൊന്ന് വെട്ടിവരച്ചതും കാശി ഉയർന്ന് അവളുടെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് അവൻ പ്രവേശിച്ചു. പാറുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കണ്ണുകൾ നിറഞ്ഞു. റിലാക്സ് ബേബി, ഇപ്പോൾ മാറും. പതിയെ എന്നാൽ കിതപ്പ് നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ ചലിച്ചു തുടങ്ങി. നിമിഷങ്ങൾ കടന്നു പോകവേ വേദന പോലും സുഖത്തിലേക്ക് ചേക്കേറി. തിരകൾ തീരത്തേക്ക് ആഞ്ഞടിക്കും പോലെ അവൻ അവളിലേക്ക് നിറഞ്ഞാടി. പതിയെ അതിന് വേഗത വർദ്ധിച്ചു. ഇരുവരുടെയും വിയർപ്പ് തുള്ളികൾ ചാലിട്ടൊഴുകി. അവസാനം വെട്ടിവിറച്ചുകൊണ്ട് അവൻ അവളിൽ പെയ്തൊഴിഞ്ഞു. കിതപ്പോടെ അവളിലേക്ക് ചായുമ്പോൾ ഇരുവരിലും നിറഞ്ഞ സംതൃപ്തിയായിരുന്നു. ലവ് യു ബേബി. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും മാറിക്കിടന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ബ്ലാങ്കറ്റ് കൊണ്ട് ഇരുവരുടെയും നഗ്നത മറച്ചു. ക്ഷീണം നിറഞ്ഞ മുഖത്തോടെ പാറു അവനെ നോക്കി ചിരിച്ചു. കുറച്ചു സമയം മൗനമായി കടന്നുപോയി. ബേബി. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ട് അവൻ വിളിച്ചു. ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്ന് കിടക്കാം, വാ. ഉറക്കം വരുന്ന ഏട്ടാ. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പറഞ്ഞതും അവൻ എഴുന്നേറ്റ് അവളെയും എടുത്ത് ബാത്റൂമിൽ കയറി. തളർച്ചയോടെ അവനെ ചാരി നിന്ന അവളെ അവൻ തന്നെയാണ് ഫ്രഷാക്കിയത്. അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി അവനും ഫ്രഷായി വന്നതും പാറു ഉറങ്ങിയിരുന്നു. ഒരു ചിരിയോടെ അവളെ പുണർന്നു കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുമ്പോൾ അവൻ നന്നായി കിതച്ചിരുന്നു. റൂമിന് വെളിയിൽ നിൽക്കുമ്പോൾ അവന് വല്ലാത്ത തളർച്ച തോന്നി. ദേവ്. ജഗൻ അവനെ ചേർത്ത് പിടിച്ചു. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ക്ഷീണത്തിൽ മയങ്ങുന്നവളെയാണ്. വലം കൈയിലെ ചുറ്റിക്കെട്ടിയ മുറിവിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങുകയാണ്. ഉണരാനായി കാണും. നിങ്ങൾ സംസാരിക്കെ, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. ജഗൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി സംസാരിക്കുന്ന സ്ത്രീയെ കണ്ടതും ദേവിന് വല്ലാത്ത മാനസിക പിരിമുറുക്കം തോന്നി. നീ അതൊന്നും നോക്കണ്ട, വാ, എനിക്ക് സംസാരിക്കാനുള്ളത് ഇവളോടാണ്. ദേഷ്യത്തിൽ ജഗൻ പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുണർത്താൻ നോക്കി. നീരു. അല്പം ശബ്ദത്തിൽ വിളിച്ചതുകൊണ്ട് തന്നെ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. ദേവ്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ദേവ്, എനിക്ക് നീയില്ലാതെ പറ്റില്ല ദേവ്. എന്നെ ഒന്ന് മനസ്സിലാക്ക്. അത്ര ഇഷ്ടമാണ് നിന്നെ. അവൾ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞതും ദേവ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. നോ. അവൻ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അലറി. കാശിയേട്ടാ. അവൻ്റെ ശബ്ദം കേട്ടതും പാറു ഉറക്കത്തിൽ തന്നെ അവൻ്റെ പേര് വിളിച്ചു ചിണുങ്ങി. കാശി ഒരു ഞെട്ടലോടെ അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് ആദ്യമായി പാറുവിനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ പിടിമുറുക്കി. ഇല്ല, നിന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം നിന്റെ കാശിക്കുണ്ടാകില്ല. അവളിലേക്ക് ചാഞ്ഞ് അവളുടെ മുഖം മുഴുവനും ചുംബിച്ചുകൊണ്ട് അവൻ പുലമ്പി. അപ്പോഴും പാറു ഒന്നും അറിയാതെ ക്ഷീണത്തിൽ ഉറങ്ങുകയായിരുന്നു.